ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ രാവിലെ പെട്ടെന്ന് വന്ന ഓർഡറുകളും പിന്നെ എൻ്റെ രാവിലത്തെ കുറച്ചൊരു പണികളെയൊക്കെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പം എന്നും പറയുന്നത് പോലെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ പറയുക, എപ്പോഴും കുറച്ച് ഉള്ളി ഇങ്ങനെ തൊലി അരിഞ്ഞാണ്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കാരണം എപ്പോഴാണ് എങ്ങനെയാണ് ഓർഡർ വരിക അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സുഖമാണ്. കാരണം ഓർഡർ വന്നാൽ പിന്നെ ആ ഒരു ജോലി എടുക്കണ്ടല്ലോ. അപ്പോൾ ഇതിന് 3 പാത്രം വേണം. 3 ചട്ടിപ്പത്തിരിക്കാണ് ഇന്ന് രാവിലെ ഓർഡർ വന്നത്. അവരൊരു 6 മണി ആ സമയത്താണ് വിളിച്ചത്. ഒരു 9 10 ആകുമ്പോൾ അവർക്ക് വേണം. അപ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനത്തെ ആ 3 പാത്രത്തിന് 3 പാത്രം വേണം. ഒന്നിൽ 2 പാത്രം ഉള്ളിട്ട് വാട്ടും, ഒന്നിലൊരു 1.5 പാത്രം വേണം. അവർക്ക് 3 എന്താ പറയുക ചട്ടിപ്പത്തിരിയും ഒരു 10 കട്ട്ലേറ്റ് 10 സമൂസ. ചെറിയ ഓർഡറാണ്, എന്നാലും പെട്ടെന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു. അവർ അരിയൊന്നും വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്താക്കി, 2 ഗ്ലാസ് റവ ഒന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ടൊരു അപ്പം പോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് പുതിരട്ടെ. അപ്പോഴത്തേന് ഞാൻ എന്താ പറയുക, നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തു, വെളുത്തുള്ളി മല്ലിച്ചപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ആ റവയില്ലേ, അതിലേക്ക് ഇനി എത്രയും നിങ്ങൾ ക്വാണ്ടിറ്റി വെളുത്തുള്ളി ചീരുള്ളി നിങ്ങൾക്കിടാം. നിങ്ങൾ റവക്കനുസരിച്ച് 2 വറ്റൽമുളകും 1 തക്കാളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ടേസ്റ്റിയാണ്, എന്നാലും കറികളൊന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. എന്നാലും നമ്മൾ പെട്ടെന്ന് അരിയൊക്കെ ഇടാൻ മറന്നാൽ ഇങ്ങനെ ചെയ്തൊന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മൾ അപ്പക്കാരല്ലേ അത് ചേർക്കുന്നുണ്ട്. പൊതുവേ ഞാൻ അപ്പക്കാരൻ ചേർക്കില്ല, എനിക്കെന്താണെന്ന് ടൈമും ഇല്ല. അതുകൊണ്ടാണ്. നിങ്ങൾ അപ്പക്കാർ ചേർക്കണമെന്നില്ല, എല്ലാതും ചൂടാട്ടോ. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ചെറുങ്ങനെ ഒന്ന് നല്ല വാടി വന്നിട്ടുണ്ട്. 2 അടുപ്പത്തും ഒരേപോലെ ആവുന്നുണ്ട്. ഞാൻ ഒന്ന് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നുള്ളൂ. ഒന്നിൽ 2 ഒന്നിൽ 1.5. അതിന് കുറച്ചുള്ളി നമ്മൾ സമൂസ കൊടുക്കണമല്ലോ, അതാണ് 1.5 അവിടെ വന്നു കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട്. ഞാനിത് ഭയങ്കര ഡീറ്റെയിൽ ആയി കാണിക്കാത്ത ചട്ടിപ്പത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കാണാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ മസാലകളൊക്കെ ഇട്ടിട്ട് ചിക്കനും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ് ചെയ്ത്. നമ്മൾ ചിക്കൻ ഇട്ട പാടെ ഒരിക്കലും ഓഫാക്കരുത് കേട്ടോ. ചിക്കൻ അതിൽ കിടന്നിട്ട് ഒന്ന് നെരിഞ്ഞ് വന്ന് ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്കും കൂടി ആഡ് ആവുന്ന വരെ നമ്മൾ നല്ല വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ രണ്ടും ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ദോശ ചുട്ടെടുക്കാം. ദോശ നിങ്ങൾക്ക് ഇങ്ങനെയും അതേപോലെ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചുട്ടെടുക്കാം. അല്ലാതെ നമ്മൾ കുത്തപ്പല്ലേ ഓട്ടട അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. രണ്ടും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ അടുത്തതും ചുട്ടെടുക്കുന്നുണ്ട്. എരിവൊക്കെ പാകത്തിനുള്ളത് കൊണ്ട് തന്നെ വല്ല കറീൻ്റെ ആവശ്യമില്ല. ചൂട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചൂടോർക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ അതൊന്ന് ചെറുങ്ങനെ സിമ്മിലാക്കി വെച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഓർഡർ വന്നാൽ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് ചെയ്യുക. ഈ ഉള്ളി കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ കഴിയൂല, ഇത്ര ടൈം ആകുമ്പോൾ എന്തായാലും നമുക്ക് കഴിയൂല എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച് ചെയ്താൽ ഒരു പണിയും കഴിയില്ല. അപ്പോൾ എനിക്ക് അതൊന്ന് ഷെയർ ആക്കണം തോന്നി. എനിക്ക് രാവിലെ വന്ന ഓർഡറാണ്. ഞാൻ സാധാരണ നേരത്തെ എണീച്ച് പിന്നെ 6:30 ഇറങ്ങൽ. പക്ഷേ 10 ആകുമ്പോഴത്തേക്ക് ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ചട്ടിപ്പത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ അടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാൻ ആവശ്യമാണല്ലോ. അപ്പം ഞാൻ എന്നും പറയും പോലെ ഞാൻ അടുക്കളയിൽ വന്നാൽ ഫസ്റ്റ് ഞാൻ ചോറിന് വെള്ളം വെക്കും കേട്ടോ. അപ്പോൾ ഈ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ നോക്കിയപ്പം എന്താ പറയുക, അരി വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജോലികളൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ ചോറായിക്കോളും. കാരണം വേവില്ലാത്ത അരിയാണ്. അപ്പോൾ അതവിടെ കിടന്നാവട്ടെ. ഇത് കണ്ടോ, ഞാൻ ദോശ ഫുള്ള് ചുട്ടെടുത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ചുവന്ന കളറാണ് ഉണ്ടാവുക. അത് തക്കാളീൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ ഇനി ബാക്കി വന്ന ഫില്ലിങ്സിലേക്ക് ഞാൻ കുറച്ചും കൂടി ചിക്കൻ ആഡ് ചെയ്തിട്ട്
എന്താ പറയുക സമൂസ ഉണ്ടാക്കുകയാണ്. 10 എണ്ണമാണ് അവർ പറഞ്ഞത്, പക്ഷേ എനിക്ക് 20 എണ്ണം ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി 10 എണ്ണം മക്കൾക്ക് കൊടുക്കാൻ വിചാരിച്ചു ഈവനിങ്ങിൽ. അപ്പം അതും പെട്ടെന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കട്ലേറ്റ് എന്താ പറയുക, ഓൾറെഡി ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ തലേന്ന് സെറ്റാക്കി ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് സമൂസൻ്റെ ജോലി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ആയ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പം തന്നെ ഞാൻ വേഗം ക്ലീൻ ആക്കും കേട്ടോ. ഇത് മുട്ടയിലും റസ്കിലും മുക്കി ഇനി ഇതവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും ഒരു ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിപ്പത്തിരി എടുത്ത പാടന്നെ മറ്റേത് അതിലേക്ക് വെച്ച് കൊടുത്തു. ഇതേ സമയം ചോറും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉപ്പേരിക്കുള്ള കുറച്ച് വെണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ വെണ്ട അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞിപ്പോൾ എടുത്തതല്ല കേട്ടോ, രാവിലെ എടുത്ത ഇതല്ല, എന്താ പറയുക. അപ്പോൾ പിന്നെ അതുകൊണ്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം കടുക് ഒന്ന് പൊട്ടിച്ചു. വെണ്ട, ഉള്ളി, തക്കാളി, കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അവിടെ കിടക്കട്ടെ. കാരണം എന്താ വെച്ചാൽ അത് മെല്ലെ വെന്തോളും. അപ്പോൾ അതാ ഈ 3 ചട്ടിപ്പത്തിരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞിട്ടോ. അവർക്ക് എന്തായാലും ചൂടാറണം, കൊണ്ടുപോകുമ്പോൾ ചൂടാറണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതായിട്ടുണ്ട്. സമൂസയും പൊരിച്ചെടുത്തിട്ടുണ്ട്. സമൂസയും കട്ട്ലേറ്റൊന്നും പൊരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നില്ല, കാരണം ഓൾറെഡി അതൊക്കെ ഞാൻ ചെയ്തതാണല്ലോ. അപ്പോൾ അത് നല്ല മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഈ കട്ട്ലേറ്റിൻ്റെ കൂടെ എനിക്ക് ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള കട്ട്ലേറ്റും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 9:30 മണിയാകുമ്പോഴത്തേക്ക് ഈ പൊരികളൊക്കെ കഴിഞ്ഞു. 9:30 സമയമാകുമ്പോഴത്തേക്ക് പൊരികളും കൊടുക്കാനുള്ളതൊക്കെ സെറ്റായി, ചോറും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചത് വേഗം എന്താ പറയുക വാട്ടുക, അതായത് സോയാബീനില്ലേ അത് വെക്കാൻ വിചാരിച്ചു. അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളി നല്ല വയന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ മടിച്ച് നിന്നാലും നമ്മൾ ഒരു പണിയും കഴിയില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് എടുത്താൽ, ഇപ്പം എനിക്ക് ഓർഡർ രാവിലെയാണ് കിട്ടിയത്, പക്ഷേ ഞാനത് ഒരു ടൈം ടേബിൾ ഷെഡ്യൂളാക്കി ചെയ്തപ്പം കറക്റ്റ് ഒരു 10:30ൻ്റെ ഉള്ളിൽ എൻ്റെ ഫുൾ പണി കഴിഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ ഉള്ളി തക്കാളിയൊക്കെ വാടിയപ്പോൾ അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുത്തു. 2 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടാട്ടോ. ഞാൻ സോയാബീൻ്റെ ഒരു റെസിപ്പി ഇൻഷാല്ലാ ഞാൻ ചെയ്യും. വളരെ ടേസ്റ്റി ആയിട്ട് സോയാബീൻ നമ്മൾക്ക് ഇറച്ചിയൊക്കെ കഴിക്കില്ല, അതേപോലെ ഉള്ളൊരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ നോർമലി വാട്ടിയിട്ട് അതിൽ വെക്കുക ചെയ്യുന്നത്. വല്ലാതെ വെള്ളമൊന്നുമില്ല കേട്ടോ, അവർക്ക് മസാല ആക്കി ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതൊരു 10 മിനിറ്റ് അവിടെ ഒന്ന് വെച്ചിട്ട് നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച്. അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതാ എൻ്റെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:20 കണ്ടോ. അടുക്കളൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. നമ്മൾ പെട്ടെന്ന് നമ്മളൊരു ടൈം ടേബിൾ മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പണി പെട്ടെന്ന് കഴിയും. 2 അടുക്കളയും ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യുക, വൃത്തി പെട്ടെന്ന് ആക്കുക. ഓരോ പണി കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്, അപ്പോൾ ഒന്നും നമുക്ക് എടുക്കാൻ കഴിയൂല. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് പിന്നെ വീഡിയോസിൽ കുടുങ്ങിയതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ സെയിലിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നോട്ട്സാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഓക്കെ.